നൃപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നൃപൻ, ഇതിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു എന്ന് പറയുന്നതിൽ വളരെ നിർണായകമാകുന്നത് ഒരുപക്ഷെ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിനെ തെളിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിൽ പറയേണ്ടി വരുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ പോലീസിന് നൽകിയ മജിസ്ട്രേറ്റ് നൽകിയ കുറ്റസമ്മത മൊഴിയിലും പോലീസ് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു അമ്മ ഈ കാപ്പിക്കോ വിഷയം റബ്ബർ തോട്ടത്തിലേക്ക് കളഞ്ഞു എന്നത് ഗ്രീഷ്മ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുറ്റസമ്മത മൊഴി പോലീസ് കോടതി സാധാരണഗതിയിൽ മുഖവിലേക്ക് എടുക്കാറില്ല. കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ കുറ്റക്കാരിയാണെന്ന് വിധിക്കാനും കഴിയില്ല. പക്ഷേ അവിടെ തെളിവുകൾ നശിപ്പിച്ചു എന്നതിന് തെളിവുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് സിന്ധു എന്ന് പറയുന്ന അമ്മയ്ക്ക് കുറ്റമുക്തനാവുകയും ചെയ്തത്. ഇവിടെ അമ്മാവൻ നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്കാളിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പോലീസ് അന്വേഷണത്തിലൂടെ തെളിവുകൾ ഉണ്ടാക്കാനും കഴിയുകയും ചെയ്തു, തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഇവിടെ ഗ്രീഷ്മ ഒന്നാം പ്രതി നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഏതായാലും ഇനിയിപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പറയുന്നില്ല. നാളെ ശിക്ഷാവിധിക്ക് മുൻപുണ്ടായ വാദമാണ് നടക്കാൻ പോകുന്നത്. നൃപൻ ചേരുകയാണ്. നൃപൻ, എന്താണിപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തന്നെ അന്വേഷണ സംഘം പറഞ്ഞ കാര്യങ്ങൾ? കൃത്യമായി തന്നെ തെളിവുകൾ കൃത്യമായി കോടതിക്ക് മുൻപ് ബോധ്യപ്പെടുത്തുന്നതിന് പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും സിജു, ഈ പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അംഗീകരിച്ചു. പ്രത്യേകിച്ച് അന്വേഷണ സംഘം വിദഗ്ധമായി നടത്തിയ ഈ കേസിൻ്റെ അന്വേഷണ ടീം അത് വ്യക്തമായ തെളിവുകളാണ് ഈ കോടതിയിൽ സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ്റെ വാദത്തെ സംബന്ധിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വിനീത് കുമാർ പറഞ്ഞത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഈ പറഞ്ഞ നേരിട്ട് ഈ വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ കണ്ടെടുക്കാനായിട്ടില്ലായിരുന്നു. പക്ഷേ മൊഴികളുടെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയമായി നൽകിയ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയും ഒപ്പം തന്നെ പിതാവിന് നൽകിയ മൊഴിയുമൊക്കെ തന്നെ ബലപ്പെടുത്തുന്ന തരത്തിൽ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാനായി. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതി ഗ്രീഷ്മ ഈ കേസിലെ ഗൂഢാലോചനയും ബോധപൂർവം തന്നെ നേരത്തെ കാമുകനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന വിധി കോടതിയിൽ നിന്നുണ്ടായത്. നാളെ വിധി പ്രസ്താവന സംബന്ധിച്ചുള്ള വാദം തുടരും. അതിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കും എന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ടീമിൻ്റെ വ്യക്തമായ ആസൂത്രണം, അതിൽ നടത്തിയിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ ശേഖരണം, 54ഓളം വരുന്ന തൊണ്ടി മുതലാണ് കോടതിയിൽ സമർപ്പിച്ചത്. 323ഓളം വരുന്ന രേഖകൾ കോടതിയെ സമർപ്പിച്ചു. 95ഓളം വരുന്ന സാക്ഷികളെ വിസ്തരിച്ചു. ഇത്തരത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം, മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിച്ചെറിയുന്നത് ഈ കളനാശിനിയുടെ കുപ്പി, കഷായത്തിൽ കലർത്തി നൽകിയ കളനാശിനിയുടെ കുപ്പി പുറത്തേക്ക് വീട്ടിലെ റബ്ബർ തോട്ടത്തിലേക്ക് പിന്നിലെ റബ്ബർ തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടു, അമ്മാതാവ് കണ്ടിരുന്നു എന്ന വാദമാണ് തെളിവായി കോടതിയെ രേഖപ്പെടുത്തിയത്. പക്ഷേ അത് പ്രോസിക്യൂഷൻ്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് ഈ പറഞ്ഞ കുറ്റവാളിയായിട്ടുള്ള ഗ്രീഷ്മ തന്നെ മൊഴിയായി നൽകിയതാണ്. അതുകൊണ്ട് കുറ്റവാളിയുടെ മൊഴി തെളിവായി രേഖപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് ഇതിൻ്റെ വ്യക്തമായ എവിഡൻസ് കൂടി, രേഖകൾ കൂടി കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പരിമിതി ഉണ്ടായിരുന്നു. കാരണം കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലാണ് ക്രൈം നടന്നത് എന്ന വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. അത് സുപ്രീം കോടതി വരെ പോയി. അത് തെളിയിക്കാനും വാദത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ക്രൈം നടന്നത് സംബന്ധിച്ചും അത് അതിർത്തി പ്രദേശമാണ് എങ്കിലും ഇത് വിളിച്ചു വരുത്തി ക്രൈം നടത്തിയത്, ഷാരൂണിനെ വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു ഗൂഢാലോചനയും കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതും ഗ്രീഷ്മയാണ്. അതുകൊണ്ട് കേരളത്തിലാണ് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം വിഷയങ്ങൾ നടന്നതും തെളിവുകളും ഷാരൂൺ മരിക്കപ്പെടുന്നതും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജിലാണ്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. ഇത് അംഗീകരിച്ചാണ്, അതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വാദം. അത് കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലാണ് ക്രൈം നടന്നത് എന്ന വാദവുമായി പ്രതികൾ സുപ്രീം കോടതിയുടെ പോയിരുന്നു. അതിൽ ഈ കാര്യത്തിൽ കേരള പോലീസിന് വിജയിക്കാനായി, ഒന്നാം ഘട്ടത്തിൽ വിജയം അങ്ങനെ സമ്പാദിക്കാനായി. ആ വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷ സെഷൻ കോടതിയിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പറയുന്നത്. സിജു.